ജനുവരി 1, 2, 3 പഠിച്ചിറങ്ങിയ സ്കൂളിൽ 125 വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതലിരുന്ന് ആലോചിച്ചിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്കാണ് ഞാനും മാമിക്കുട്ടിയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത്ര നേരം ഇരുന്ന് ആലോചിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, 125 വർഷത്തെ വാർഷികമാണ് നടക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ അറിയാത്ത ഒരുപാട് പേരായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഞങ്ങളെ ബാച്ചിൽ നിന്ന് അധികാരം വരുന്നില്ല എന്ന് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇതാ സ്കൂളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ 7 മുതൽ 10 വരെ പഠിച്ചത് ഇവിടെയാണ്. രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 5 മണിയുടെ അടുത്തായിരിക്കുന്നു. എന്നാലും നല്ല തിരക്കുണ്ട്. കാരണം രാവിലെ മുതൽ ഇവിടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. എന്റെ ക്ലാസ്സിലത്തെ ആകെ ഒരേ ഒരാളിനാണ് ഇന്ന് ഞാനിവിടെ കണ്ടുമുട്ടിയത് കേട്ടാ. ഇതാണ് റസാക്ക്. പിന്നെ എന്റെ ആമിക്കുട്ടിയും. ക്ലാസ്സിലുള്ളവരെ കണ്ടില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. വേറെ നമ്മുടെ മുന്നേയും താഴെയൊക്കെ പഠിച്ച ഒരുപാട് പേരെ കാണാനായിട്ട് പറ്റി. സ്റ്റേജിൽ ഇപ്പം മെന്റലിസം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ തന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാളൊക്കെ മുന്നുള്ള ബാച്ചിലുള്ളവരായിരുന്നു. പിന്നെ അവർ മാത്രമൊന്നല്ല കേട്ടോ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തന്നെ സാംസ്കാരിക വേദികളുടെയും ക്ലബ്ബുകളിലേക്ക് ഒരുപാട് കുട്ടികൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛനും ഇവിടത്തെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പക്ഷെ അച്ഛനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സൈറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റേജിൽ കളരി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറെ സെക്ഷനുകളായിട്ട് ചെറിയതും വലിയതും ഒക്കെ ആയ കുട്ടികളുടെ ഇങ്ങനെ വേറെ വേറെ ആയിട്ടൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഇടയിൽ എന്റെ കൂട്ട് വന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കണ്ട. എന്നാലും പാവം എനിക്ക് വേണ്ടി സഹിച്ചിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് എന്തായാലും പണ്ട് മുതൽ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്റെ കൂട്ട് വന്നത് കാരണം കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സഹിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ കേട്ടോ. പോണ വഴിക്ക് ഇതാണ് ഞങ്ങളെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അറ്റത്താണ് ഞങ്ങളുടെ 10th ക്ലാസ് ഉണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. മുന്നേ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഇനി മെഗാ തിരുവാതിര നടക്കാൻ പോണത്. കാരണം 125 വർഷത്തെ വാർഷികമാണല്ലോ. അപ്പോൾ 125 പേരുടെ മെഗാ തിരുവാതിരയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അവരുടെ അറേഞ്ച്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം പോയിട്ട് അങ്ങനെ ഏകദേശം കുറച്ചൊക്കെ ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് തിരുവാതിരയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന്റെ 25 പേരുടെ ഡാൻസ് ആണ് കേട്ടോ. അതിൽ 1-2 ടീച്ചേഴ്സിനെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ബാക്കിയൊക്കെ പുതിയ ടീച്ചേഴ്സ് ആണല്ലോ. എന്തായാലും സംഭവം എല്ലാം കൂടി നല്ല കളർഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കെങ്കിലും ഇവിടേക്ക് വരാൻ തോന്നിയത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇല്ലെങ്കിൽ ഇതൊക്കെ മിസ്സായേനെ. കുറെ കാലമായിട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്കൊന്നും വരാത്തതിന് നന്നായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം തീർന്നു കിട്ടി. ഞങ്ങൾ പതുക്കെ വണ്ടിയൊക്കെ വിളിച്ച് വീട്ടിൽ പോകാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. സൈഡിലെ ഗേറ്റിൽ കൂടെ ഇറങ്ങിയിട്ട് ഇതാ മെയിൻ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്കൊരു കല്യാണ വീടൊക്കെ പോലെയില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊരു ഉത്സവം പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. നമ്മളെ നാട്ടിൽ ഒരുപാട് പേരിനെ, അതായത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഏകദേശം സ്കൂളിൽ വരുന്നത്. നമുക്ക് ഒരുപാട് പേരിനെ അവിടെ തന്നെ കാണാനായിട്ട് പറ്റി. പിന്നെ ഇവിടെ ഫോട്ടോ പ്രദർശനം ചിത്ര പ്രദർശനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ലേറ്റ് ആയത് കാരണം കൊണ്ട് അവിടെ നിന്നും വല്ലാണ്ടൊന്നും കയറാനും നോക്കാനൊന്നും പറ്റിയില്ല. വെറുതെ നമ്മളൊന്ന് ഓടിപ്പോയിട്ടൊന്ന് വന്നതാണ്. ഇത് ഫോട്ടോന്റെ സെഷനാണ്. ഇനി ചിത്രത്തിങ്ങൾ അപ്പുറത്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോകാനുള്ള നേരം കിട്ടിയില്ല. കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ്. ടീച്ചേഴ്സിനൊക്കെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ട്. അത് രാവിലെ തന്നെ ആയിരുന്നു. കാരണം അവർക്ക് ഉച്ചയാകുമ്പോഴേക്കും പോയി. പിന്നെ എല്ലാ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവില്ല നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കട. ഇത് ഞങ്ങളെ ഇക്കാക്കാന്റെ ഇത്താത്തന്റെയും കടയാണ്. അപ്പൊ അവിടെയൊക്കെ പോയിട്ടൊന്ന് പരിചയം പുതുക്കിയിട്ട് പോന്നു. ഇനി നേരിട്ട് വീട്ടിൽ പോകണം. വണ്ടിയൊന്നും കിട്ടാത്ത കാരണം അച്ഛൻ്റെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.